ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി എന്ന ടോപ്പിക്കിലെ ഇന്ത്യയുടെ അയൽക്കാർ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ അയൽക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയുടെ അയൽക്കാർ, അല്ലെ? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുക എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുണ്ട്, ഇന്ത്യയുമായി കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുണ്ട്. അതായത് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. ഇവയൊക്കെയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇന്ത്യയുമായി കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ്. ഓക്കെ, ശ്രീലങ്കയും മാലിദ്വീപുമാണ് ഇന്ത്യയുമായി കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അതുപോലെ മ്യാൻമർ. ഓക്കെ, നമ്മുടെ ക്ലാസ് കേട്ട് പഠിക്കുന്ന കുറേ പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരേ കാര്യം ഇങ്ങനെ റിപ്പീറ്റായി പറയുന്നതല്ലേ. നമ്മൾ കേൾക്കുന്തോറും അത് മനസ്സിൽ ശരിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളത് റിപ്പീറ്റായി പറയുന്നത്. കേട്ട് പഠിക്കുന്നവർക്കും ഉപയോഗമാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കാര്യം റിപ്പീറ്റായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം, അല്ലെ? ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം, ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ബംഗ്ലാദേശ്, ഓപ്ഷൻ ബി അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി മാലിദ്വീപ്. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. LDCക്ക് ചോദിച്ച, പ്രീവിയസ് ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? നമ്മൾ പറഞ്ഞു ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അല്ലെ? നമ്മുടെ ഓപ്ഷൻസിൽ ഏതൊക്കെയുണ്ട്? ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ചൈന, മാലിദ്വീപ് ഉണ്ട്, അല്ലെ? മാലിദ്വീപ് നമുക്കറിയാം, ഇന്ത്യയുമായി മാലിദ്വീപ് എങ്ങനെയാണ്? കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അപ്പൊ മാലിദ്വീപ് അല്ലാന്ന് മനസ്സിലായി. ഇനി ഏതാണ് കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. മറക്കരുത്, ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ഓപ്ഷൻ ബി നോക്കിക്കേ, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇനി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം നോക്കിക്കേ. ചോദ്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും വരാം കേട്ടോ. ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഓപ്ഷൻ എ ബംഗ്ലാദേശ് നമ്മൾ പറഞ്ഞു. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാൻ, നമ്മുടെ ഓപ്ഷൻ ബി. ഇനി അടുത്തത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏതാണ്? ഓപ്ഷൻ സി ചൈനയാണ്. ക്ലിയർ ആയോ? എന്തൊക്കെയാ പറഞ്ഞത്? ഏറ്റവും കൂടുതൽ കര അതിർത്തി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി ബംഗ്ലാദേശ്, അല്ലെ? ഏറ്റവും കുറവ് കര അതിർത്തി അഫ്ഗാനിസ്ഥാൻ, അല്ലെ? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചാൽ ചൈനയാണ്, അല്ലെ? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഏത്? മാലിദ്വീപ്. ഓപ്ഷൻ ഡി ആയിട്ടുള്ള മാലിദ്വീപ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ്. പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്നായിരുന്നു. അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്. രണ്ടാമത്തെ ചോദ്യം, പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഇസ്കന്ദർ മിർസ, ഓപ്ഷൻ എ ഇസ്കന്ദർ മിർസ, ഓപ്ഷൻ ബി ലിയാഖത്ത് അലി ഖാൻ, ഓപ്ഷൻ സി മുഹമ്മദ് അലി ജിന്ന, ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഇസ്കന്ദർ മിർസ. പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഇസ്കന്ദർ മിർസയാണ്, അല്ലെ? പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? അതേതാണ്? ഓപ്ഷൻ ബി ആണ്, ലിയാഖത്ത് അലി ഖാൻ ആണ് പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി. പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ ആണ് ഓപ്ഷൻ സി ആയിട്ടുള്ള മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ ദേശീയ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഇക്ബാൽ. ഓപ്ഷൻ ഡി ആയിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ ആണ് പാകിസ്ഥാന്റെ ദേശീയ കവി. അപ്പോ പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസയാണ്. പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ ആണ്. പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്നയാണ്. പാകിസ്ഥാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ദേശീയ കവി ആരാണ്? മുഹമ്മദ് ഇക്ബാൽ ആണ്. മൂന്നാമത്തെ ചോദ്യം,
കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏതു രാജ്യത്താണ് കാണപ്പെടുന്നത്? കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? അപ്പൊ കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണെന്ന് മനസ്സിലായി അല്ലെ? അതിപ്പോ വേറെ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി പെറു, ഓപ്ഷൻ ഡി നെതർലൻഡ്. ഏതാണ് റൈറ്റ് ആൻസർ? The right answer is option B, ശ്രീലങ്ക. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ച കരിമീൻ ഇന്ത്യയിലല്ലാതെ ലോകത്ത് ശ്രീലങ്കയിലാണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ത്യയുമായി കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ശ്രീലങ്ക അല്ലെ. വേറെ രാജ്യം ഏതാണ്? മാലിദ്വീപാണ് അല്ലെ. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഏത്? ശ്രീലങ്ക. ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക അല്ലെ. അങ്ങനെയാണ് കിടക്കുന്നത് അല്ലെ. ഒരു കണ്ണുനീർ തുള്ളിനെ പോലെയാണ് ഇന്ത്യ മാപ്പിന്റെ താഴെ ഒരു കണ്ണുനീർ തുള്ളിനെ പോലെയാണ് കിടക്കുന്നത് മാപ്പിന്റെ രൂപം അല്ലെ. അപ്പോൾ ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. സിലോൺ സരൺദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. സിലോൺ സരൺദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടേതിന് സമാനമായ പ്രാദേശിക സമയമുള്ള രാജ്യം അത് ശ്രീലങ്കയാണ്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുത്ത് എന്നറിയപ്പെടുന്നുണ്ട്, ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്നുണ്ട്, സിലോൺ സരൺദ്വീപ് എന്നറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടേതിന് സമാനമായ പ്രാദേശിക സമയമുള്ള രാജ്യം ഏതാണ്? അത് ശ്രീലങ്കയാണ്. സിലോൺ എന്നായിരുന്നു ശ്രീലങ്കയുടെ പഴയ പേര്. സിലോൺ എന്ന പേര് ശ്രീലങ്ക എന്ന് മാറ്റിയത് 1972 സിലോൺ എന്ന പേര് ശ്രീലങ്ക എന്ന് മാറ്റിയത് 1972 ബ്രിട്ടീഷുകാരിൽ നിന്നും ശ്രീലങ്ക സ്വതന്ത്രമായ വർഷം 1948 ഫെബ്രുവരി 4 ബ്രിട്ടീഷുകാരിൽ നിന്നും ശ്രീലങ്ക സ്വതന്ത്രമായ വർഷം ഏതാണ്? 1948 ഫെബ്രുവരി 4. നാലാമത്തെ ചോദ്യം, ബോക്സർ കലാപം ഏത് രാജ്യത്താണ് നടന്നത്? ബോക്സർ കലാപം ഏത് രാജ്യത്താണ് നടന്നത്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ഇന്ത്യ. ബോക്സർ കലാപം ഏത് രാജ്യത്താണ് നടന്നത്? The right answer is option C, ചൈന. ബോക്സർ കലാപം ഏത് രാജ്യത്താണ് നടന്നത്? ചൈനയിൽ വെച്ചിട്ടാണ് ബോക്സർ കലാപം നടന്നിട്ടുള്ളത്. ചൈന ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഏഷ്യയുടെ നാവ്, ഏഷ്യയുടെ ഗർഭപാത്രം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ചൈന. ഏഷ്യയുടെ നാവ്, ഏഷ്യയുടെ ഗർഭപാത്രം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ചൈനയാണ് അല്ലെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസികളുള്ള രാജ്യമാണ് ചൈന. ഏറ്റവും കൂടുതൽ അധ്യയന ദിവസമുള്ള രാജ്യവും അത് ചൈന തന്നെയാണ്. ഏഷ്യയുടെ ഭീമൻ എന്നറിയപ്പെടുന്ന രാജ്യവും ചൈന തന്നെയാണ്. അപ്പൊ ഏഷ്യയുടെ നാവ്, ഏഷ്യയുടെ ഗർഭപാത്രം, ഏഷ്യയുടെ ഭീമൻ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധമത വിശ്വാസമുള്ള രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ അധ്യയന ദിവസങ്ങളുള്ള രാജ്യം അത് ചൈന തന്നെയാണ്. ലോകത്തിൽ ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ചൈനയാണ്. ലോകത്തിൽ ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ബോക്സർ കലാപം നടന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സൈന്യമുള്ള രാജ്യം അത് ഏതാണ്? ചൈനയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് റഷ്യ, ചൈന. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, ചൈന. 14 വീതം രാജ്യങ്ങളുമായിട്ടുമാണ് റഷ്യയും ചൈനയും അതിർത്തി പങ്കിടുന്നത്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അത് ചൈനയാണ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിഷേധ വോട്ട് സംവിധാനം ഇല്ലാത്ത രാജ്യം ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിഷേധ വോട്ട് സംവിധാനം ഇല്ലാത്ത രാജ്യമാണ് കേട്ടോ, ഉള്ള രാജ്യമല്ല. നിഷേധ വോട്ട് സംവിധാനം ഇല്ലാത്ത രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ബംഗ്ലാദേശ്, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി കൊളംബിയ. ഏതാണ് റൈറ്റ് ആൻസർ? ഫ്രാൻസ് ആണോ, ബംഗ്ലാദേശ് ആണോ, പാകിസ്ഥാൻ ആണോ, കൊളംബിയ ആണോ? ഏതാണ് റൈറ്റ് ആൻസർ? The right answer is option C, പാകിസ്ഥാൻ. അപ്പോൾ നിഷേധ വോട്ട് സംവിധാനം ഇല്ലാത്ത രാജ്യം അത് ഏതാണ്? പാകിസ്ഥാനാണ്.
കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ലോകത്തിലെ തന്നെ ആദ്യ ഇസ്ലാമിക റിപ്പബ്ലിക് ആണ് പാകിസ്ഥാൻ. പ്രാചീന ഭാരതത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ കേന്ദ്രമായ തക്ഷശില കേട്ടിട്ടില്ലേ? തക്ഷശില അത് സ്ഥിതി ചെയ്യുന്ന രാജ്യം അത് ഏതാണ്? പാകിസ്ഥാനാണ്. സിന്ധു നദീതട കേന്ദ്രങ്ങളായ ഹാരപ്പയും മോഹൻജോദാരോയും സ്ഥിതി ചെയ്യുന്ന രാജ്യം അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ നിലവിൽ വന്ന വർഷം 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ നിലവിൽ വന്നത്. വർഷം ശ്രദ്ധിക്കുക, 1947 ഓഗസ്റ്റ് 14. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ ചോദിച്ചാൽ ഏതൊക്കെയാന്ന് പറയും? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. അപ്പോൾ പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഏതാണ്? രാജസ്ഥാനാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആങ് സാൻ സൂചിയുടെ മാതൃരാജ്യം എവിടെ? ആങ് സാൻ സൂചിയുടെ മാതൃരാജ്യം എവിടെ? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മ്യാൻമർ, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി ശ്രീലങ്ക. ഏതാണ് റൈറ്റ് ആൻസർ? ആങ് സാൻ സൂചിയുടെ മാതൃരാജ്യം എവിടെയാണ്? ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവാണ് ആങ് സാൻ സൂചി അല്ലെ? ആരാണ് ആങ് സാൻ സൂചി? ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവാണ്. മ്യാൻമറിന്റെ ഉരുക്ക് വനിതയാണ് ആങ് സാൻ സൂചി. അപ്പൊ നമുക്ക് തന്നെ ഉത്തരം കിട്ടിയിരിക്കുകയാണ് അല്ലെ? മാതൃരാജ്യം ഇപ്പൊ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മ്യാൻമർ. മ്യാൻമറിന്റെ ഉരുക്ക് വനിതയാണ് ആങ് സാൻ സൂചി. അതുകൊണ്ട് തന്നെ ആങ് സാൻ സൂചിയുടെ മാതൃരാജ്യം എവിടെയാണ്? മ്യാൻമറിലാണ്. ഓക്കെ. മ്യാൻമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യയുടെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമാണ് മ്യാൻമർ. ഏഷ്യയുടെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമാണ് മ്യാൻമർ. പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന് ചേർക്കുന്ന രാജ്യം അത് മ്യാൻമർ ആണ്. പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന് ചേർക്കുന്ന രാജ്യം അത് മ്യാൻമർ ആണ്. ബർമ എന്നായിരുന്നു മ്യാൻമറിന്റെ ആദ്യ പേര്. ബർമ എന്ന പേര് മ്യാൻമർ എന്നാക്കിയ വർഷം 1989 ആണ്. ഓക്കെ. ഏഴാമത്തെ ചോദ്യം. ചിറ്റഗോങ് എന്ന പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ചിറ്റഗോങ് എന്ന പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ബംഗ്ലാദേശ്, ഓപ്ഷൻ ബി ബർമ, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി ഭൂട്ടാൻ. ചിറ്റഗോങ് എന്ന പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബംഗ്ലാദേശ്. ചിറ്റഗോങ് എന്ന പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. ഓപ്ഷൻ ബി നോക്കിക്കേ, ബർമ അല്ലെ? ബർമ ഏത് രാജ്യത്തിന്റെ പഴയ പേരാണ്? മ്യാൻമറിന്റെ പഴയ പേരാണ് ബർമ. മറക്കരുത്, നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ. മ്യാൻമറിന്റെ പഴയ പേര് ഏതാണ്? ബർമയാണ്. ചിറ്റഗോങ് എന്ന പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ് ആണ്. എട്ടാമത്തെ ചോദ്യം. പാകിസ്ഥാന്റെ കറൻസിയുടെ പേര് എന്താണ്? പാകിസ്ഥാന്റെ കറൻസിയുടെ പേര്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ യൂറോ, ഓപ്ഷൻ ബി രൂപ, ഓപ്ഷൻ സി യെൻ, ഓപ്ഷൻ ഡി പൗണ്ട്. പാകിസ്ഥാന്റെ കറൻസിയുടെ പേര്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി രൂപ. പാകിസ്ഥാന്റെ കറൻസിയുടെ പേര് ഏതാണ്? രൂപ എന്നാണ്. ഒൻപതാമത്തെ ചോദ്യം. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ തുംഗഭദ്ര പദ്ധതി, ഓപ്ഷൻ ബി കോസി പദ്ധതി, ഓപ്ഷൻ സി ദാമോദർ നദീതട പദ്ധതി, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി പദ്ധതി. ഏതാണ് റൈറ്റ് ആൻസർ? നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം അത് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കോസി പദ്ധതിയാണ്. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭം ഏതാണ്? കോസി പദ്ധതിയാണ്. അവസാനത്തെ ചോദ്യം, പത്താമത്തെ ചോദ്യം. ആങ് സാൻ സൂചി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെ? ആങ് സാൻ സൂചിയെ കുറിച്ച് നമ്മൾ രണ്ടാമത്തെ ചോദ്യമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. ആങ് സാൻ സൂചിയുടെ മാതൃരാജ്യം നമ്മൾ പറഞ്ഞു മ്യാൻമർ എന്ന് പറഞ്ഞു. അപ്പോൾ ആങ് സാൻ സൂചി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ഓപ്ഷൻ സി റിപ്പബ്ലിക് ഓഫ് മ്യാൻമർ, ഓപ്ഷൻ ഡി നാഷണൽ ലീഗ്. നോക്കിക്കാൻ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റിപ്പബ്ലിക് ഓഫ് മ്യാൻമർ എന്ന് പറഞ്ഞാൽ ചാടിക്കേറിയ ആൻസർ എഴുതരുത്, ശ്രദ്ധിച്ച് എഴുതുക. ആങ് സാൻ സൂചി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അത് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി.
അപ്പോൾ ആരാണ് ആങ് സാൻ സൂചി? ബർമീസ് ഗാന്ധി എന്നറിയപ്പെടുന്ന നേതാവാണ്. മ്യാൻമറിന്റെ ഉരുക്ക് വനിതയാണ്. ആങ് സാൻ സൂചി സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി അല്ലെ. ആങ് സാൻ സൂചിക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1991 ചോദിക്കാറുണ്ട്. 1991 ആങ് സാൻ സൂചിക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്ന ടോപ്പിക്കിൽ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.